സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ ഹരികുമാറാണ്. സാർ നമസ്കാരം. നമസ്തേ അയ്യപ്പദാസ്. സാർ, ഈ ബ്രഹ്മോസ് നമ്മുടെ ഏറ്റവും വളരെ നമുക്ക് ഒരുപാട് പേരുണ്ടാക്കി തന്ന ഒരു മിസൈലാണ് ബ്രഹ്മോസ്. അപ്പോൾ ഈ ബ്രഹ്മോസിൻ്റെ വികസിപ്പിക്കൽ, അത് ബ്രഹ്മോസ് NG നെക്സ്റ്റ് ജനറേഷൻ അതിൻ്റെ മാറ്റം വരുത്തി മിസൈലിന് പുതിയ രൂപഭാവങ്ങളോടെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പുതിയ ഒരു വികസന ഘട്ടം ഈ മിസൈലിന് ഉണ്ടാകുന്നു എന്ന് പറയുന്നു. സാർ, ആ മാറ്റം വരുത്തിയ ശേഷമുള്ള ബ്രഹ്മോസിൻ്റെ പ്രത്യേകതകൾ എന്തായിരിക്കും ഒന്ന് പറയാം? ഇന്ത്യ ഇപ്പോൾ നിർമ്മാണം അന്തിമഘട്ടത്തിൽ എത്തിയിരിക്കുന്ന ബ്രഹ്മോസിന്റെ ഏറ്റവും പുതിയ വെർഷനാണ് ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ. ഇത് ചുരുക്കപ്പേരായിട്ട് ബ്രഹ്മോസ് NG എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ബ്രഹ്മോസ് NG എയർ ടു സർഫസ് മിസൈലാണ്. അതായത് ഇത് മുഖ്യമായിട്ട് ഉദ്ദേശിക്കുന്ന വിമാനങ്ങളിൽ നിന്നും കരയിലേക്ക് തൊടുത്തുവിടുന്ന പ്രയോഗിക്കുന്ന ഒരു മിസൈലായിട്ടാണ്. ഇപ്പോൾ വിമാനങ്ങളിൽ ഘടിപ്പിച്ചിട്ടുള്ള ബ്രഹ്മോസ് മിസൈല് അതിന്റെ ഭാരം 2.5 ടണ്ണാണ്. ആ 2.5 ടൺ ഭാരമുള്ള ബ്രഹ്മോസ് മിസൈലിന്റെ ഭാരം പകുതിയായിട്ട് കുറയ്ക്കുകയും എന്നാൽ അതിന്റെ വേഗതയും പ്രഹരശേഷിയും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഈ പുതിയ മിസൈൽ ബ്രഹ്മോസ് NGയിലുള്ളത്. ഇത് 2026 തന്നെ ഇതിന്റെ പരീക്ഷണങ്ങൾ പൂർത്തിയാക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നെങ്കിലും ഇന്ത്യൻ വ്യോമസേന ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ മിസൈലിൽ ചില മാറ്റങ്ങൾ പിന്നീട് വരുത്തിയ കാരണം ഒരുപക്ഷെ 2027 തുടക്കത്തിൽ ആദ്യ മാസങ്ങളിൽ ഒരുപക്ഷെ ഇതിന്റെ പരീക്ഷണങ്ങൾ പൂർത്തിയാകുകയുള്ളൂ. പക്ഷെ എന്തായാലും ശരി, ഇതിന്റെ നിർമ്മാണം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേജിലാണ്. 2027 ഒടുവിലോ 28ലോ ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നമുക്കറിയാം, ബ്രഹ്മോസ് ഇന്ത്യയുടെ ഏറ്റവും പ്രഹരശേഷിയുള്ള ഏറ്റവും മാരകമായ മിസൈലാണ്. അതിന്റെ പ്രഹരശേഷിയുടെ തെളിവ് ഈ കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തന്നെയാണ്. ഇന്ത്യ പാകിസ്ഥാന്റെ 11 വ്യോമ താവളങ്ങള് അല്ലെങ്കിൽ എയർ സ്ട്രിപ്പുകള്, അതുപോലെ ഹാങ്ങറുകള്, അതായത് ഒരുപക്ഷെ ഇന്ത്യ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ബങ്കറുകൾ വരെ തകർത്തു. അതെല്ലാം ഈ ബ്രഹ്മോസിന്റെ സഹായത്തിലാണ്. ബ്രഹ്മോസിനോടൊപ്പം മറ്റു മിസൈലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും മാരക പ്രഹരം നടത്തിയത് ബ്രഹ്മോസാണ്. റഷ്യയുമായിട്ട് ചേർന്ന് ഇന്ത്യ നിർമ്മിക്കുന്ന മിസൈലാണ്, സൂപ്പർസോണിക് മിസൈലാണ് ഇത്. ബ്രഹ്മപുത്ര എന്ന നദിയുടെ പേരിന്റെ ഒരു ഭാഗവും മോസ്കോവ എന്ന നദിയുടെ വേറൊരു ഭാഗം കൂടെ ചേർത്തിട്ടാണ് ബ്രഹ്മോസ് എന്ന പേരിട്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും ടെക്നോളജി റഷ്യയുടെ ആയിരുന്നു. റഷ്യയുടെ P-800 ഓങ്സ് എന്ന മിസൈലിന്റെ ഒരു ടെക്നോളജിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ മിസൈൽ നിർമ്മിച്ചിരിക്കുന്നത്. പക്ഷെ പിന്നീട് ഇതിന്റെ സർവോ ടെക്നോളജിയും ഇന്ത്യ തന്നെ മാറ്റിയെടുത്തു. അതായത് ഇപ്പൊ ഇതിന്റെ റാംജെറ്റ് എന്ന് പറയുന്ന റാംജെറ്റ് എഞ്ചിന്, അതുപോലെ ഇതിന്റെ സീക്കറുകള്, മിസൈലിന്റെ ഏവിയോണിക്സ്, ഇലക്ട്രോണിക് സംവിധാനങ്ങളൊക്കെ തന്നെ ഇന്ത്യ ഡിസൈൻ ചെയ്ത് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്നതാണ്. ആദ്യം ഇതിന്റെ റേഞ്ച് വെറും 290 കിലോമീറ്റർ ആയിരുന്നു. പിന്നീട് അത് 500 കിലോമീറ്റർ ആയിട്ട് കൂട്ടി. പിന്നീട് ഏറ്റവും ഒടുവിൽ നമ്മൾ 700 കിലോമീറ്റർ വരെ റേഞ്ചുള്ള ബ്രഹ്മോസ് മിസൈൽ ഇപ്പം ഇന്ത്യയുടെ കൈവശമുണ്ട്. റേഞ്ച് ഇങ്ങനെ കൂട്ടി കൊണ്ടുവരിക. പക്ഷെ ഈ ബ്രഹ്മോസ് NG കരയിൽ നിന്നും കരയിലേക്ക് വിടാനുള്ളതല്ല. ഇത് തികച്ചും വ്യോമസേനയുടെ അതൊരു സ്പെഷ്യാലിറ്റിയാണ്. വ്യോമസേനയ്ക്ക് വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു ബ്രഹ്മോസ് മിസൈലിന്റെ ഭാരം, ഇത് വലിയ ഭാരമുള്ള മിസൈലാണ്. ഒറിജിനൽ ബ്രഹ്മോസ് മിസൈലിന്റെ ഭാരം 3 ടണ്ണായിരുന്നു. പക്ഷെ 3 ടണ്ണ് ഉള്ള ഒരു ബ്രഹ്മോസ് മിസൈല് ഒരൊറ്റ മിസൈൽ സുഖോയ് വിമാനത്തിൽ പോലും ഘടിപ്പിക്കാൻ പറ്റും. അപ്പൊ അത് 2 മിസൈലെങ്കിലും സുഖോയിൽ ഘടിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ എയർ ലോഞ്ച്ഡ് വെർഷൻ അതിന്റെ വെയിറ്റ് കുറച്ചു. ഇപ്പോ ഇന്ത്യയുടെ 40ഓളം സുഖോയ് വിമാനത്തിൽ ബ്രഹ്മോസ് മിസൈലുണ്ട്. അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്
3 അല്ല 2.5 ടണ്ണേ. പക്ഷെ ഇനിയിപ്പോ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ബ്രഹ്മോസ് NGയുടെ വെയിറ്റ് 1.3 ടണ്ണേ ഉള്ളൂ. അതായത് 2.5 ടണ്ണിന്റെ ഏതാണ്ട് പകുതി. അപ്പൊ ഒരു ഒരു സുഖോയ് MK-30 വിമാനം 5 ബ്രഹ്മോസ് NG മിസൈലുകൾ വഹിക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ഒന്നിനു പുറകെ ഒന്നായിട്ട് ബ്രഹ്മോസിന്റെ ഒരു പ്രളയമായിരിക്കും സുഖോയ് വിമാനം അഴിച്ചുവിടുന്നത്. അപ്പോ ഒരു സുഖോയ് വിമാനം കൊണ്ട് നമുക്ക് വലിയൊരു പ്രദേശം അല്ലെങ്കിൽ വളരെ കൃത്യമായ സ്ട്രൈക്കുകൾ നടത്താൻ പറ്റും. അതാണ് ഈ ബ്രഹ്മോസ് NG വെയിറ്റ് കുറയ്ക്കുന്നതിന്റെ ഒരു ഗുണം. വെയിറ്റ് കുറഞ്ഞെങ്കിലും ഇതിന്റെ വേഗത കൂടുകയാണ് ചെയ്തത്. സാധാരണ ബ്രഹ്മോസിന്റെ വേഗത മാക് 2.8 ആണ്. അതായത് ശബ്ദത്തിന്റെ 2.8 ഇരട്ടി വേഗത. പുതുതായിട്ട് നിർമ്മിക്കുന്ന ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ NGയുടെ വേഗത മാക് 3.8 ആണ്. അതായത് ശബ്ദത്തിന്റെ 3.8 ഇരട്ടി വേഗത. ഈ വേഗതയെ പറ്റി പറയുന്നത് സൂപ്പർസോണിക് വേഗതയുടെ അവസാനവും ഹൈപ്പർസോണിക് വേഗതയുടെ തുടക്കവുമാണ്. അതായത് ഇത് പ്രാക്ടിക്കലി ഒരു ഹൈപ്പർസോണിക് മിസൈലാണ്. അപ്പോ സാധാരണ ബ്രഹ്മോസ് അല്ല. സാധാരണ ബ്രഹ്മോസിനേക്കാൾ ഒരു 3-1 വേഗത കൂടുതൽ വരുന്ന ഒരു ബ്രഹ്മോസ് ആണിത്. അപ്പൊ അതിന്റെ പ്രഹരശേഷി നമുക്ക് ഊഹിക്കാം. ആദ്യം ഘട്ടത്തിൽ ഇതിന്റെ റേഞ്ച് 300 കിലോമീറ്റർ ആയിട്ട് പരിമിതപ്പെടുത്തും. അതിനുശേഷമായിരിക്കും ഇതിന്റെ റേഞ്ച് വർദ്ധിപ്പിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ Su-30 MKI വിമാനങ്ങൾക്ക് ഇതിന്റെ ഒരു 5 എണ്ണം വഹിക്കാൻ പറ്റും. മാത്രമല്ല നമ്മുടെ കൈവശമുള്ള തേജസിലും റഫാലിലും ഒക്കെ തന്നെ 2 ബ്രഹ്മോസ് NG വഹിക്കാൻ പറ്റും. അതായത് ഇത് ഇന്ത്യയുടെ സർവ്വ വിമാനങ്ങൾക്കും സ്റ്റാൻഡ് ഓഫ് സ്ട്രൈക്കിംഗ് എബിലിറ്റി കൊടുക്കാൻ പോവുകയാണ്. ദൂരെ മാറി നിന്നുകൊണ്ട് ശത്രുവിന്റെ മിസൈലിൽ നിന്നും മാറി നിന്ന് നമ്മൾ ശത്രുവിന്റെ പ്രധാന കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ പറ്റുന്ന ഒരു മിസൈലായിട്ട് ഇത് മാറാൻ പോവുകയാണ്. അതായത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം അത് കുറച്ചുകൂടി മെച്ചപ്പെടുക. ഒരിക്കലൊരു ആയുധം ഉണ്ടാക്കി അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്ന് കണ്ടുകൊണ്ട് അത് മതിയെന്നങ്ങ് വെക്കുകയല്ല. അതിൽ ഓരോ 2-3 വർഷം കഴിയുമ്പോഴും അതിന്റെ പുതിയ വെർഷൻ വരും. അതായത് ശത്രു നമ്മുടെ ആയുധങ്ങൾ എത്രമാത്രം അത് പരിചയിച്ചിട്ട് അതിന് പ്രതിരോധം സൃഷ്ടിച്ചാലും അതിനെയൊക്കെ മറികടക്കാനുള്ള തരത്തിൽ വീണ്ടും നമ്മൾ ടെക്നോളജിയുടെ ഇന്നോവേഷൻ നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ബ്രഹ്മോസ് NGയുടെ നിർമ്മാണം കാണിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇതിന്റെ ടെസ്റ്റിംഗ് പൂർത്തിയാവേണ്ടതായിരുന്നു. പക്ഷെ അന്ത്യ നിമിഷത്തിൽ ഇത് കുറച്ചുകൂടി പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി വ്യോമസേന ആവശ്യപ്പെട്ടു. ഇതിന്റെ സർക്കുലർ എറർ പ്രോബബിലിറ്റി വളരെ കുറവാണ്. അത് മെച്ചപ്പെടുത്തി. നമ്മുടെ സീക്കർ മെച്ചപ്പെടുത്തി. അങ്ങനെയൊക്കെ ഒരുപാട് വ്യോമസേനയുടെ ആവശ്യങ്ങള് ബ്രഹ്മോസ് കമ്പനി അത് അനുസരിച്ചിട്ട് പൂർണ്ണമായിട്ട് അവര് ആ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ച് ആ മാറ്റങ്ങളൊക്കെ വരുത്തി. പണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് മാത്രമായിരുന്നു ഇതിന്റെ ഫാക്ടറി. പിന്നീട് ഹൈദരാബാദിലായി. ഇപ്പൊ ലക്നൌവിലും തുടങ്ങിയിട്ടുണ്ട്. അതായത് ഒരു സംശയം ചോദിച്ചോട്ടെ. ഈ പുതിയ അഡ്വാൻസ് ആയിട്ടുള്ള ഈ ബ്രഹ്മോസിന്റെ ഇതിന്റെ മാറ്റങ്ങളൊക്കെ തന്നെ തദ്ദേശീയമായിട്ട് ചെയ്യുന്നതാണോ അതേ വിദേശത്ത് നിന്ന് ടെക്നോളജി മറ്റോ ഇതിൽ വേറെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇതിന്റെ ടെക്നോളജി പൂർണ്ണമായിട്ട് ഇപ്പൊ ഇതിന്റെ സീക്കർ, ഗൈഡൻസ്, അതായത് ഗൈഡൻസ് സിസ്റ്റം, ഏവിയോണിക്സ് ഇലക്ട്രോണിക് സിസ്റ്റം എല്ലാം മിസൈലിന്റെ എഞ്ചിൻ വരെ തദ്ദേശീയമാണ്. പൂർണ്ണമായിട്ടും ഇന്ത്യ നിർമ്മിക്കുകയാണ്. അതാണ് ശരിക്കും പറഞ്ഞാൽ റഷ്യ ഇത് നിർമ്മിച്ച റഷ്യയുടെ ഇത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ P-800 ഓങ്സ് എന്ന് പറയുന്ന ആ മിസൈലിനേക്കാൾ വളരെ മെച്ചപ്പെട്ട മിസൈലാണ് ഇപ്പൊ ബ്രഹ്മോസ്. അപ്പൊ അതിന്റെ ടെക്നോളജിയാണ് നമ്മൾ അടിസ്ഥാനപ്പെടുത്തിയെങ്കിലും അതിനേക്കാൾ വളരെ മെച്ചപ്പെട്ടു. ആദ്യമൊക്കെ റഷ്യക്ക് ഇത് വാങ്ങിക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം അവരുടെ വേറൊരു മിസൈലിന്റെ ഒരു കോപ്പി ആയതെന്നൊക്കെ ഉള്ള ഒരു ചിന്തയായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല. ഈ അടുത്ത കാലത്ത് ബ്രഹ്മോസിന്റെ ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ഒരു റഷ്യക്കാരനാണ്. അദ്ദേഹം പറഞ്ഞു റഷ്യ ഇതിൽ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ബ്രഹ്മോസ് NG വരുമ്പോൾ നിശ്ചയമായിട്ടും റഷ്യ ഇത് ഇന്ത്യയിൽ നിന്ന് വാങ്ങിക്കും. മറ്റു രാജ്യങ്ങൾക്കും നമ്മുടെ ആയുധ കച്ചവടം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അല്ലെ സാർ? ഇത് നമ്മൾ മറ്റു രാജ്യങ്ങൾക്കും കൊടുക്കാൻ സാധ്യതയുണ്ട് അല്ലെ? അതൊരു മറ്റൊരു ഇതായിട്ട് തന്നെ മാറും. അല്ല, ബ്രഹ്മോസ് NG ഒന്നും ആർക്കും പെട്ടെന്ന് കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും ഈ ഇപ്പോഴത്തെ
അത്ര അഡ്വാൻസ്ഡ് ആണ്. ഈ 290 കിലോമീറ്റർ റേഞ്ച് ഒന്ന് വർദ്ധിപ്പിച്ച ഒരു 500 കിലോമീറ്റർ റേഞ്ച് ഉള്ള മറ്റൊരെണ്ണം ഉണ്ടാക്കുമ്പോൾ ഈ ആദ്യത്തെ വെർഷൻ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. അങ്ങനെയാണ് എല്ലാ രാജ്യവും. അതെ പക്ഷെ റഷ്യക്ക് അതിന് മുമ്പ് തന്നെ ഇത് ലഭിക്കും. കാരണം ഇന്ത്യയും റഷ്യയും കൂടി സംയുക്ത സംരംഭമാണ്. അത് കാരണം ഇന്ത്യയോടൊപ്പം തന്നെ അവർക്ക് ഈ മിസൈല് ലഭിക്കാനുള്ള അവകാശം ഉണ്ട്. ഇത് വരും ദിവസങ്ങളിൽ നിശ്ചയമായിട്ടും ഇതിന്റെ പുതിയ പരീക്ഷണങ്ങൾ നടക്കും. പുതിയ പിന്നെ അതുപോലെ തന്നെ പുതിയ റിസൾട്ടുകൾ നമുക്ക് അവർ അനൗൺസ് ചെയ്യും. അത്തരം വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ നമുക്ക് വിശദമായ ഒരു വിലയിരുത്തൽ നടത്തി നമ്മുടെ പ്രേക്ഷകർക്ക് കൂടുതൽ ഇൻഫർമേഷൻ കൊടുക്കാമെന്ന് വിചാരിക്കാം. എല്ലാവർക്കും അതുവരെ നമസ്കാരം. നന്ദി. താങ്ക് യു സർ.